Good morning, students. നമ്മളിപ്പോൾ മൈക്രോ എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഏതാണ്? തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുവെച്ചാൽ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒരു ഉപഭോക്തൃ അല്ലെ, ഒരു ഉപഭോക്താവ്, അതായത് നമ്മളൊരു കൺസ്യൂമർ ആണ് അല്ലെ. നമ്മളൊരു കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണ്. നമുക്ക് എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മളൊരു കൺസ്യൂമർ ആണ്. അപ്പം നമ്മൾ സാധനങ്ങളും സേവനങ്ങളും അല്ലെ വാങ്ങുമ്പോൾ നമ്മൾ എന്താ മെയിനായിട്ട് എയിം ചെയ്യുന്നത് എന്തായിരിക്കും? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ളൊരു ക്യാഷ് കൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കണം? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഗിവൺ പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, വാങ്ങി, അത് നല്ലതായിരുന്നു എന്ന് നമ്മൾക്ക് പറയണമെങ്കിൽ അതിന് അർത്ഥം എന്താണ്? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഹൈ ലെവലാണെങ്കിൽ അതിനെ നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താണ്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അതായത് ഉപഭോക്തൃ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. കൺസ്യൂമർ എന്താ പറഞ്ഞേക്കുന്നത്? മാക്സിമം സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നമ്മൾ 3 പ്രോസസ്സ് വഴിയാണെന്ന്, 3 തിയറി വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായും 3 തിയറി സിദ്ധാന്തങ്ങൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അത് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് അത് ചെയ്തിരിക്കുന്നത്, വികസിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇതിനെ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന് പറയാറുണ്ട്. ഇത് കൊണ്ടുവന്ന ജെ.ആർ. ഹിക്സ് എന്ന് പറയുന്ന ഒരു എക്കണോമിക്സ് ആണ്. ഹിക്സ് നല്ല നെയിമാണ് അല്ലെ, ഹിക്സ്. റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ്. പോൾ എ സാമുവൽസൺ. ആരാണ്? പോൾ എ സാമുവൽസൺ ആണ് റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് എന്നൊരു സിദ്ധാന്തം എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് കൺസപ്ഷൻ ബണ്ടിൽ? നമ്മുടെ നെക്സ്റ്റ് പോർഷനാണ് കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ വാങ്ങാറുണ്ട്. റൈസ് വാങ്ങാറുണ്ട്, ഗോതമ്പ് വാങ്ങാറുണ്ട് അല്ലെ, പിന്നെ വെജിറ്റബിൾസ് വാങ്ങാറുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡെയിലി യൂസസ് അല്ലാത്ത ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വാങ്ങാറുണ്ട്. ആ സാധനങ്ങളെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമുക്ക് അതിന് 2 സാധനങ്ങൾ എടുക്കാം. 2 ഗുഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഗുഡ്സ് 1, ഗുഡ്സ് 2. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടീ പൗഡറും പിന്നെന്താ നമുക്ക് ഷുഗറും എടുക്കാം. അപ്പോൾ ടീ പൗഡറും ഷുഗറും 2 ഗുഡ്സ് ആണ്. ഗുഡ് 1ഉം പിന്നെന്താ ഗുഡ് 2ഉം. അങ്ങനെയാണെങ്കിൽ ആ 2 ഗുഡ്സ് 1ഉം ഗുഡ് 2നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത് എനി കോമ്പിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് 2 ഗുഡ്സ് ഇസ് കോൾഡ് എന്താ, കൺസപ്ഷൻ ബണ്ടിൽ. എന്താണ്? 2 ഗുഡ്സിന്റെ ഏതെങ്കിലും 2 കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത് കൺസപ്ഷൻ ബണ്ടിൽ. അതിനെ നമ്മൾ ബ്രാക്കറ്റിലെ x1, x2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. x1 എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് എന്താകാം, റൈസ് ആകാം. x2 എന്ന് പറയുന്നത് എന്താകാം, വിറ്റ് ആകാം. അപ്പം നമുക്ക് എന്താ പറയുന്നത്, ഏതെങ്കിലും 2 ഗുഡ്സിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷൻ എന്താ? എനി കോമ്പിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് 2 ഗുഡ്സ് ഇസ് കോൾഡ് എന്താ, കൺസപ്ഷൻ ബണ്ടിൽ. അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്, വിത്തിൻ ബ്രാക്കറ്റിൽ x1, x2 എന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. അതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, നമ്മളുടെ ബഡ്ജറ്റ്. എന്നാൽ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടാവും, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് എന്തായിരിക്കും, അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ടുള്ള എന്ത് ചെയ്യില്ല, ക്യാഷ് ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് നമുക്ക് എന്തോരം സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ അതിനെ എന്ത് പറയുന്നത്, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട്, ഇപ്പം എനിക്ക് 100 രൂപയാണ് എൻ്റെ കയ്യിലുള്ളെങ്കിൽ ആ 100 രൂപ കൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം, അതാണ് എൻ്റെ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ബഡ്ജറ്റ് ഈസ് ദ ഇൻകം ഓർ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ സ്പെൻഡിങ് ഓൺ എയ്തർ ഗുഡ്സ് ആസ് ഹി വിഷസ്. എന്താ പറഞ്ഞേക്കുന്നത്, എനിക്ക് ആവശ്യമുള്ള എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന അല്ലെ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഇൻകത്തിനെയാണ് എന്ത് പറയുന്നത്, ആ വരുമാനത്തിന് അല്ലെങ്കിൽ ആ മണീനെ എന്ത് പറയുന്നത്, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്താ, ഇസ് ദ ഇൻകം ഓർ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ സ്പെൻഡിങ് ഓൺ എയ്തർ ഗുഡ്സ് ആസ് ഹി വിഷസ്. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഉപഭോക്താവിന് അയാൾക്ക് ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ പറ്റുന്ന ആ തുകേനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 പേരെ നമുക്ക് കൺസിഡർ ചെയ്യാം.
ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് നെയിം പറഞ്ഞിട്ടുണ്ട്. അതായത് സിദ്ധുവും സേതുവും. സിദ്ധുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 100 രൂപയുണ്ട്. സേതുവിൻ്റെ എത്ര രൂപയുള്ളൂ? 75 രൂപയുള്ളൂ. അപ്പോൾ സിദ്ധുവിൻ്റെ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയാണ്. കാരണം അയാളുടെ കയ്യിൽ അത്രയും രൂപയുള്ളൂ. ആ 100 റുപ്പീസ് കൊണ്ട് അയാൾക്ക് എന്തോരം സാധനങ്ങൾ, അല്ലെ, അയാൾക്ക് ഇഷ്ടാനുസരണം സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഈ തുകേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിദ്ധുവിൻ്റെ കൺസ്യൂമർ ബഡ്ജറ്റ് എത്രയാണ്? 100ഉം സേതുവിൻ്റെ കൺസ്യൂമർ ബഡ്ജറ്റ് എത്രയാണ്? 75ഉം ആണ്. ഇതാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബഡ്ജറ്റ് സെറ്റ്. എന്തായിരിക്കും ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? വാട്ട് യു മീൻ ബൈ ബഡ്ജറ്റ് സെറ്റ്? എന്താ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്? കളക്ഷൻ ഓഫ് all the bundles that consumer can buy with his income at the prevailing market price. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ സാധനം, നമുക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആ മണീനെ അല്ലെങ്കിൽ ആ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് എന്ന് കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബട്ട് കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആ ഇൻകത്തിനെ അല്ലെങ്കിൽ മണീനെ. അപ്പോൾ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കളക്ഷൻ ഓഫ് ബണ്ടിലിനെ. എന്താണ്? കളക്ഷൻ ഓഫ് ബണ്ടിൽ, all the bundle that consumers can buy with his income at the prevailing market price. എന്താണ് കൺസ്യൂമർ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്? എന്താ? നമ്മൾ ആ ക്യാഷ് കൊണ്ട് എന്തോരം വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആ ബണ്ടിൽ ഓഫ് കളക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെറ്റ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇസ് ദ കളക്ഷൻ ഓഫ് all bundles that consumer can buy with his income at the prevailing market price. എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കറ്റ് പ്രൈസിൽ അയാളുടെ കയ്യിലുള്ള വരുമാനത്തിന് അയാൾക്ക് എന്തോരം സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ ആ വാങ്ങാൻ പറ്റുന്ന ആ ബണ്ടിലിനെയാണ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ വേറൊരു ഇതുണ്ട്, ഡെഫിനേഷൻ ഉണ്ട്. ബഡ്ജറ്റ് സെറ്റ് ഈസ് ദി സെറ്റ് ഓഫ് all consumption bundle that a consumer can set purchase given his income and price of good. എന്താ പറഞ്ഞേക്കുന്നത്? പ്രൈസസ് ഓഫ് ഗുഡ്. ആ ഗുഡ്സിന്റെ പ്രൈസിന് അയാളുടെ വരുമാനത്തിനനുസരിച്ച് അയാൾ വാങ്ങുന്ന ആ സെറ്റിനെ, ആ എന്താ കളക്ഷൻ ഓഫ് ബണ്ടിലിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കൂട്ടം എന്താ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ പറ്റുന്ന ഒരു. അപ്പോൾ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിന് വാങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടം ബണ്ടിലുകളെയാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു ഒരു ഇക്വേഷൻ ഉണ്ട്. T1 it's important ആണ്. T1 x1 plus T2 x2 is less than or equal to എന്താ? M. x1 എന്ന് പറയുന്നത് നമ്മൾ x1ഉം x2ഉം രണ്ട് ഗുഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗുഡ് 1ഉം ഗുഡ് 2. എന്താണ്? x1 എന്താ? ഗുഡ് 1, x2 എന്താ? ഗുഡ് 2ഉമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. T1 എന്ന് പറയുന്നത് ഗുഡ് 1ന്റെ പ്രൈസ്, T2 എന്ന് പറയുന്നത് എന്താ? ഗുഡ് 2ന്റെ പ്രൈസ്. പ്രൈസ് ഓഫ് ഗുഡ് 1, P2 എന്ന് പറയുന്നത് എന്താ? പ്രൈസ് ഓഫ് ഗുഡ് 2. ഓക്കെ, P1 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ് 1, P2 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ് 2. അതായത് നമുക്ക് x1 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ, അതായത് നമ്മുടെ എക്സാമ്പിൾ ടീ പൗഡർ, എനിക്ക് ഒരു കിലോ ടീ പൗഡർ വാങ്ങണം. അപ്പോൾ ആ 1 കിലോ 1 kg ടീ പൗഡറിൻ്റെ വില എത്രയാണ്? 1 kg ടീ പൗഡറിൻ്റെ വില ഞാനൊരു 100 രൂപയായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടത് ഒരു 10 കിലോ റൈസും വാങ്ങണം. എന്ത് വാങ്ങണം? 10 kg റൈസും വാങ്ങണം. അപ്പോൾ 1 kg എൻ്റെ 10 kg, 1 kg റൈസിൻ്റെ വില 40 രൂപയാണെങ്കിൽ 10 kg റൈസിൻ്റെ വില എത്രയായിരിക്കും? 400 രൂപയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവുള്ളൂ? ഒന്നുകിൽ എൻ്റെ കയ്യിൽ മണി വാല്യൂവായിട്ടുള്ളത്, ഇത് മനസ്സിലായാലോ? റെപ്പ് ചെയ്യാൻ പോണേ. അപ്പോൾ എൻ്റെ കയ്യിൽ മണി വാല്യൂവായിട്ടുള്ളത് എൻ്റെ ഒന്നുകിൽ എന്തേ ഉണ്ടാവുള്ളൂ? 600 റുപ്പീസേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. അതായത് 1 × 100. ഗുഡ് 1 എനിക്ക് എത്ര മതി? x1 എത്രയാണ്? ഗുഡ് 1 അല്ലേ? ഗുഡ് 1 എന്ന് പറയുന്നത് ടീ പൗഡർ എത്ര കിലോയാണ്? 1 കിലോയാണ് വേണ്ടത്. ഇൻറ്റു എത്രയാണ്? 100 പ്ലസ് ഗുഡ് 2ന്റെ പ്രൈസ്. ഗുഡ് 2ന്റെ എത്രയാണ് എനിക്ക് വേണ്ടത്? 10 കിലോയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ പ്രൈസ് എത്രയാണ് ഉള്ളത്? പ്രൈസ് എത്രയാണ്? 40 റുപ്പീസാണ് എന്താ 1 കിലോയുടെ പ്രൈസ്. ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ്റെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 600 രൂപയുള്ളൂ. അപ്പോൾ 100 പ്ലസ് എത്രയാണ്? 400 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 600, 500 അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് എനിക്ക് ഈ രണ്ട് ഗുഡ്സും എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാനായിട്ട്
പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മണി വാല്യൂ ബഡ്ജറ്റ് സെറ്റിൽ ഒരിക്കലും ഈ എമൗണ്ടിൽ എം എന്ന് പറയുന്നത് എന്താ, മണി വാല്യൂ ആണ്. എം മീൻസ് എന്താ, മണി വാല്യൂ. എം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മണി, ഇൻകം അല്ലെങ്കിൽ എന്താ മണീനെയാണ് എന്ത് പറയുന്നത്, എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഈ ഇൻകത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, എനിക്ക് ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് തന്നെ എനിക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ പറ്റുന്ന ഒരു കൂട്ടം ബണ്ടിലുകളെയാണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ എന്താ, P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, എം. ഇതാണ് P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, എം. ഇതിനെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന പേരെന്താ, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ പറയുന്ന പേരെന്താ, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, അയാൾക്ക് അയാളുടെ ബഡ്ജറ്റിനുള്ളിൽ എന്ത് ചെയ്യണം, ബഡ്ജറ്റിനുള്ളിൽ നിൽക്കണം, അതിൽ കൂടാനും പാടില്ല. എന്താ പറഞ്ഞേക്കുന്നത്, കൂടാം, അതിലെന്താ കുറയാൻ പാടില്ല, ഈക്വൽ ആകാം. എന്താ നമ്മുടെ 500 രൂപയിൽ എന്ത് ചെയ്യാൻ പാടില്ല, കുറയാൻ പാടില്ല. 500 രൂപയിൽ കുറവാണെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് നമുക്ക് എന്തോരം ബണ്ടിലുകളെ വാങ്ങാൻ പറ്റുമോ അതിനെ പറയുന്ന പേരാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് പറയുന്നത് ആ മണി വാല്യൂവിനുള്ളിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ ഇൻഇക്വാലിറ്റി, ഇൻഇക്വാലിറ്റി P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, എം ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് ഇതിനെ പറയുന്നു. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രോബ്ലം 2.2. പ്രോബ്ലം 2.2 ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇത് ഇൻകം ഓഫ് എ കൺസ്യൂമർ ഈസ് 50. ഒരു കൺസ്യൂമറിന്റെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 50 rupees ആണ്. ദ പ്രൈസ് ഓഫ് ഗുഡ് 1 is 10, ഗുഡ് 2 is ₹15. ഫോർമുലേറ്റ് ദ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാനാണ്, ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു കൺസ്യൂമേഴ്സിന്റെ ഇൻകം ഓഫ് കൺസ്യൂമർ, ഇൻകം ഓഫ് എ കൺസ്യൂമർ എത്ര തന്നേക്കുന്നത്, എം. എത്ര തന്നേക്കുന്നത്, ₹50. ഒരു കൺസ്യൂമറിന്റെ ഇൻകം എത്രയാണ് പറഞ്ഞേക്കുന്നത്, 50 rupees ആണ്. അയാൾ വാങ്ങുന്ന ബഡ്ജറ്റ് സെറ്റ് പറയുന്നത് എന്താ, x1, x2 രണ്ട് ബഡ്ജറ്റ് ആണ്, രണ്ട് ഗുഡ്സ് ആണ് അത് എന്ത് ചെയ്യുന്നത്, വാങ്ങാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഗുഡ് 1ന് എത്ര രൂപയാണ്, ഗുഡ് 1ന്റെ പ്രൈസ് അതായത് P1, പ്രൈസ് ഓഫ് ഗുഡ് 1, P1 എത്രയാണ്, 10 rupees ആണ്. അതുപോലെ തന്നെ ഗുഡ് 2ന്റെ പ്രൈസ് എത്രയാണ്, P2ന്റെ പ്രൈസ് എത്രയാണ്, 15 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ, ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഇക്വേഷൻ എന്താ, P1x1 പ്ലസ് P2x2 അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. P1 എന്ന് പറയുന്നത് എത്ര, 10 rupees ഇൻറ്റു എന്താ x1 പ്ലസ് P2 എന്ന് പറയുന്നത് എത്രയാ, 15 ഇൻറ്റു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ മണി ഇൻകം എത്രയാണ്, 50. ഇതാണ് 10x1 പ്ലസ് 15x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാ, 15. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. എത്രയാ, 10x1 പ്ലസ് 15x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഇതാണ് നമ്മളുടെ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ. ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കുക. ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ അതായത് ഒരു കൺസ്യൂമറിന്റെ ഇൻകം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 50 rupees ആണ്. അയാൾക്ക് x1 x2 എന്ന് പറയുന്ന രണ്ട് ഗുഡ്സ് വാങ്ങണം. x1 ഗുഡ്സ് വാങ്ങാനുള്ള പ്രൈസ് എത്രയാ, 10 rupees x2 ഗുഡ്സിന്റെ പ്രൈസ് എത്രയാ, 15 ആണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ എന്താ, P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ എന്ത് വരും, 10x1 പ്ലസ് 15x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, 50. ഇതാണ് ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ. എല്ലാവരും പ്രോബ്ലം 2.3 ഹോംവർക്ക് ചെയ്യണം. അതാണ് പ്രോബ്ലം 2.3 എന്ത് ചെയ്യാം, ഹോംവർക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.